Think you mastered divisibility rules? Wait, this is part 2. Level up from 8 to 30. These smart divisibility tricks will save your time in seconds. Welcome back to Integral Infinity, where we learn mathematics from the basics all the way to infinity. Divisibility rules. Divisibility rule of 8. To check divisibility by 8, just look at the last 3 digits. Take the number 1216. The last 3 digits are 216. 216 divided by 8 gives 27. So, it's perfectly divisible. Simple, right? No need to check the whole number. ഒരു സംഖ്യ 8 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ അവസാനത്തെ 3 അക്കങ്ങൾ മാത്രം നോക്കിയാൽ മതി. 1216 എന്നൊരു സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിലെ അവസാനത്തെ 3 അക്കങ്ങൾ 216. ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. ഇത് 8 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് 1216 എന്ന് പറയുന്ന സംഖ്യയും 8 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ മുഴുവൻ സംഖ്യയും നോക്കേണ്ടതില്ല. Next, divisibility by 9. To check this, just add the digits of the number. If the sum is divisible by 9, then the whole number is divisible by 9. For example, 324. 3 plus 2 plus 4 gives 9, and we know 9 is divisible by 9 itself. So, 324 is also divisible by 9. ഒരു സംഖ്യ തന്നിരുന്നാൽ അതിലെ എല്ലാ അക്കങ്ങളും ആദ്യം കൂട്ടി നോക്കുക. ഇങ്ങനെ കിട്ടുന്ന സംഖ്യ 9 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന സംഖ്യയും 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. 324ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 3 + 2 + 4 എന്നത് നമുക്ക് 9 എന്ന് കിട്ടും. 9 കൊണ്ട് തന്നെ ഡിവിസിബിൾ ആയതുകൊണ്ട് തന്നിരിക്കുന്ന 324 എന്ന് പറയുന്ന സംഖ്യയും 9 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം. നെക്സ്റ്റ്, divisibility of 10. This one is super easy. If a number ends in 0, it is divisible by 10. For example, 30, 120, 450, 900. These are all ends in 0, and thus these are divisible by 10. 10ന്റെ divisibility ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന സംഖ്യയിൽ അവസാനത്തെ അക്കം അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ എൻഡ് ഡിജിറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു അക്കം 0 ആവുകയാണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം തന്നിരിക്കുന്നത് 10 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന്. ഇവിടെ 30, 120, 450, 900 തുടങ്ങി 0ത്തിൽ അവസാനിക്കുന്ന ഏത് സംഖ്യ തന്നിരുന്നാലും നമുക്ക് അത് 10 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് എഴുതാൻ കഴിയും. Next one is divisibility rule of 11. This one is interesting because here we add all the digits in odd places and even places separately. Now find the difference. The difference will tell us if the number is divisible by 11 or no. For example, take 1221. Here, 1 plus 2 minus 2 plus 1 equals 0. And since 0 is a multiple of 11, it is divisible by 11. So, to check if a number is divisible by 11, just take the difference between the sum of digits in odd places and even places, and if the number is 0 or a multiple of 11, then the original number is divisible by 11. 11ന്റെ divisibility ചെക്ക് ചെയ്യാൻ ഒറ്റയുടെ സ്ഥാനത്തിലുള്ള അക്കങ്ങളും ഇരട്ടയുടെ സ്ഥാനത്തിലുള്ള അക്കങ്ങളും വെവ്വേറെ കൂട്ടി എഴുതുക. അതിനുശേഷം ഈ കൂട്ടി കിട്ടിയ സംഖ്യകൾ തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തമ്മിൽ കുറയ്ക്കുക. ഇങ്ങനെ കുറച്ച് കിട്ടുന്നത് 0 അല്ലെങ്കിൽ 11ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾസോ ആവുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഒറിജിനൽ നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. തന്നിരിക്കുന്നതിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ മാത്രം എടുത്ത് കൂട്ടുക, പിന്നീട് ഇരട്ടയുടെ സ്ഥാനത്തെ അക്കങ്ങൾ മാത്രം എടുത്ത് കൂട്ടുക. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കുക. കുറച്ച് കിട്ടുന്നത് 0 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 22, 33 അങ്ങനെ 11ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ തന്നിരിക്കുന്ന ആദ്യ സംഖ്യയും 11 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. Next is divisibility rule of 12. For 12, we combine two rules. Divisibility rule of 3 and 4. 144. 1 plus 4 plus 4 gives 9, and 9 is divisible by 3. Now, for the divisibility rule of 4, check the last two digits. Here the last two digits are 4 and 4, which combines to form 44, and 44 is divisible by 4. So yes, 144 is divisible by 3 and 4. So we can conclude that 144 is divisible by 12. ഇനി 12ന്റെ divisibility ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 12ന് നമ്മൾ മുൻപ് പഠിച്ച 3ന്റെയും 4ന്റെയും divisibility റൂൾസ് ചെക്ക് ചെയ്യാണ് വേണ്ടത്. ആദ്യമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 144.
144 ആദ്യം 3ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. 3ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ തന്നിരിക്കുന്നതിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന ഒറിജിനൽ നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാം. 144 1 + 4 + 4 നമുക്ക് 9 കിട്ടും. 9 എന്ന് പറയുന്നത് 3 × 3 ആയതുകൊണ്ട് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെ 144 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. ഇനി 4 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ അവസാനത്തെ 2 അക്കങ്ങൾ ചേർത്ത് കിട്ടുന്ന സംഖ്യ നോക്കുക. 4ഉം 4ഉം ആണ് ചേർത്ത് നമുക്ക് 44 എന്ന് എഴുതാം. 44 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. കാര്യം 4 × 11 ആണ് 44. അതുകൊണ്ട് 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ 144 3 കൊണ്ടും 4 കൊണ്ടും ഡിവിസിബിൾ ആയതുകൊണ്ട് 12 കൊണ്ടും ഡിവിസിബിൾ ആണ്. Next is divisibility rule of 13. This is much more interesting. Take the last digit, multiply it by 4, add it to the remaining number. If the result is divisible by 13, the original number is also divisible. അതായത് 13 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ അക്കത്തെ 4 കൊണ്ട് ഗുണിക്കുക. അതായത് നമുക്കൊരു നമ്പർ തരും. ആ നമ്പറിലെ അവസാനത്തെ അക്കം അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ എൻഡ് ഡിജിറ്റ് അതിനെ 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ആ ഒരു നമ്പർ റിമൈനിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള സംഖ്യയിലേക്ക് കൂട്ടുക. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന സംഖ്യ 13 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്മുടെ ഒറിജിനൽ നമ്പറും 13 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. Let's check whether 351 is divisible by 30 using this. If the last digit, which is 1, multiplied by 4 gives 4. Now add it to the remaining number. 35 plus 4 gives 39, and we know 39 is divisible by 30. So we can conclude that 351 is also divisible by 13. ഇപ്പോൾ 351 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിച്ച് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് ആദ്യം അവസാനത്തെ അക്കം അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് 1 ആണെന്ന് നമുക്കറിയാം. ആ 1 എടുക്കുക, അതിനെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 4 എന്ന് പറയുന്ന സംഖ്യ തന്നെ കിട്ടും. ഇത് ബാക്കിയുള്ള സംഖ്യയായ 35ലേക്ക് കൂട്ടുക അല്ലെങ്കിൽ 35നോട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 39 കിട്ടും. 39 എന്ന് പറയുന്നത് 3 × 13 ആണ്. അതുകൊണ്ട് 13 കൊണ്ട് ഇത് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. 13 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് ഒറിജിനൽ നമ്പറായ 351 13 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാം. Using these divisibility rules, you can quickly check if a number is divisible by certain number without long division. Now check if these numbers are divisible by the numbers we discussed in this video and comment your answer. തന്നിരിക്കുന്ന സംഖ്യകൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത സംഖ്യകളുമായി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റുകളായി അറിയിക്കുക.